പന്മന MES ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. രക്ഷാകർതൃ ദിനാഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു. പന്മന MES ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 44ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പേരന്റ്സ് ഡേ ആഘോഷവും നടത്തി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ബോർഡ് എക്സാമുകളിൽ മികച്ച പ്രകടനം നടത്തിയവരുണ്ട്. അതുപോലെ സ്കൂളിലെ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ എല്ലാം ആദരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും ഇവിടെ ഓരോ രക്ഷകർത്താക്കളുടെയും മനസ്സിൽ കുളിരേകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് തർക്കമില്ല. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഈ സ്കൂൾ MES സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയും രക്ഷകർത്താക്കളെയും അതുപോലെ അധ്യാപകരെയും ഇവരെ മോൾഡ് ചെയ്തെടുക്കുന്ന അധ്യാപകരെ തീർച്ചയായിട്ടും അവരുടെ ശ്രമഫലമായിട്ടാണ് കുട്ടികൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ നല്ലൊരു ഇന്ത്യൻ പൗരനായി മാറുന്നതിനും സ്വഭാവരൂപീകരണത്തിലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും ഒക്കെ മികച്ച പ്രകടനം നടത്തുന്ന പ്രവർത്തനം ആണ് ഈ സ്കൂളിൽ നിന്നും സമ്മാനം നൽകുന്നത്. അപ്പോൾ അത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കോഞ്ചേരിൽ E. ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പന്മന MES ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റഹീം K സ്വാഗതം പറഞ്ഞു. EA സമത് ഫൗണ്ടേഷൻ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് പ്രൊഫസർ POJ ലെബ്ബ വിതരണം ചെയ്തു. SLC+2 പരീക്ഷാ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, MES ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ഇബ്രാഹിംകുട്ടി, MES ജില്ലാ സെക്രട്ടറി കണ്ണനല്ലൂർ നിസാം, ബഷീർ കുഞ്ഞ്, അബ്ദുൽ കരീം, ബദറുദ്ദീൻ കുഞ്ഞ്, ഡോക്ടർ B. അബ്ദുൽ സലാം, ലൈല, അബ്ദുൽ സലാം, R. രാജേഷ്, ശാസ്താംകോട്ട റഹീം, ശ്രീജ, സലിജ PR തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ വൈകി വന്ന് കഥകിൽ മുട്ടി വിളിക്കുമ്പോൾ ഭയത്തോടുകൂടി കഥവ് തുറക്കുന്ന അമ്മമാരുടെ കാലം. ഈ കാലഘട്ടത്തിലേക്ക് ഈ പുതിയ തലമുറ എങ്ങനെയാണ് പോയത് എന്ന് ചോദിച്ചാൽ, നല്ല വിദ്യാഭ്യാസം നൽകുന്ന ശിക്ഷണത്തിലൂടെ വളർന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറി ഈ കുട്ടികളെ നമ്മൾ വളർത്തിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ അധ്യാപകർക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങളുടെ എല്ലാ കാലം. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.